ആയിട്ടിരിക്കുവാണല്ലോ. പുതിയ വീട്ടിലോട്ട് സ്വാഗതം. ഇപ്പം ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ ഒരു സ്ഥലത്തോട്ട് ട്രിപ്പിന് പോവാണ്. എവിടെ പുതിയ ഞാൻ ഇപ്പം പറയാം, ഞാൻ പിന്നെ പറയാം. എന്തായാലും ഇന്നത്തെ വീടിനകത്ത് നമ്മുടെ ട്രിപ്പിന്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും. വെൽക്കം ടു ജോഷ് ടോക്സ്. ജോഷ് ഒരു ഹലോ പറഞ്ഞേ. ഇത്രയുള്ളൂ. ഭയങ്കര ടയർഡ്. ഭയങ്കര ടയർഡാ കേട്ടോ. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തു. ഇനി ഇച്ചിരി 10 മിനിറ്റ് കൊണ്ട് കഴിയുമ്പോൾ ഞങ്ങൾ ഇറങ്ങിക്കോളും. നമ്മൾ എന്തായാലും ഒരു റിസോർട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. ആ റിസോർട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പച്ചൻ്റെ ഒരു ഫ്രണ്ടിനെയൊക്കെ കണ്ട് അങ്ങനെയാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മളൊരു പട്ടമൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് പോകുന്ന സ്ഥലത്ത് അവിടുത്തെ ബീച്ചിൽ പോയി നമുക്ക് പറപ്പിക്കാം. എങ്ങോട്ടാ പോകുന്നത്? നമ്മളിപ്പോൾ വണ്ടി കയറി നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളൊരു അഡ്വഞ്ചർ സ്പോർട്സ് ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇത് നമ്മുടെ മുമ്പത്തെ സൺഡേ സ്കൂൾ ട്രിപ്പിന്റെ സെയിം ഡേറ്റാ. ഒരു കറക്റ്റ് 1 ഇയർ, ഒരു വർഷം മുമ്പാണ് നമ്മുടെ സൺഡേ സ്കൂളിന്റെ ട്രിപ്പ് നടന്നത്. ആ സമയം നമ്മൾ ട്രിവാൻഡ്രം ആ സൈഡൊക്കെയാണ് നമ്മൾ കറങ്ങിയത്. ഇപ്പം നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെയാണ് നമ്മൾ. ഇവിടെ സാണ്ടയുടെ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുക. ഇതോടെ പറയാം നമുക്ക്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ കഴിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചായിരിക്കും. നല്ല ഫുഡായിരിക്കും. നമ്മൾ മസാല ദോശയും നെയ് റോസ്റ്റുമാണ് നമ്മൾ മേടിച്ചത്. അപ്പച്ചൻ നല്ലപോലെ കിടന്നുറങ്ങുക കേട്ടോ. അങ്ങനെ നമ്മളിപ്പം പോവാറെത്തി. ഇനി നമുക്ക് നമ്മൾ താമസിക്കേണ്ട ആ റിസോർട്ടിന്റെ ആ സ്ഥലത്തോട്ട് നമുക്ക് പോകണം. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എത്താറായി. അല്ല, റിസോർട്ട് ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ. നമ്മളിവിടെ ബോട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ബോട്ടേ കയറാം. റിസോർട്ടിന്റെ ആ സ്ഥലത്തോട്ട് നമ്മൾ പോവാം. ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ.
ബാക്കിൽ ഒത്തിരി ബോട്ട്സും വെള്ളമൊക്കെ പോകുന്നുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഈ റോഡിൽ കൂടെ പോയിട്ടാണ് നമ്മുടെ ആ റിസോർട്ടിൻ്റെ ആ മെയിൻ സ്ഥലത്തോട്ട് നമ്മൾ എത്തുന്നത്. അങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തി. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ. ഇവിടെ അമ്മയാണെങ്കിൽ രജിസ്ട്രേഷനും ആ പേപ്പർ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ പുറത്തേക്ക് ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ റൂമൊക്കെ ശരിയായി. ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ റൂമിലോട്ട് പോകും. നമ്മളിപ്പോൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒത്തിരി ടൈപ്പുള്ള റൂമുകളുണ്ട് കേട്ടോ. ഈ സ്ക്വയർ റൂമും ഈ ട്രയാങ്കിൾ റൂമും ഈ സർക്കിൾ പോലിരിക്കുന്ന അങ്ങനെ ഒത്തിരി ഡിഫറെൻറ്റ് ഷേപ്പുള്ള റൂമാണ്. ഇതാണ് നമ്മുടെ റൂം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡബിൾ ക്യൂബ് 506. ഇതാണ് നമ്മുടെ റൂം നമ്പർ. പിന്നെ നമുക്ക് ഈ ബാൽക്കണി നോക്കി കയറി കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ ഒന്ന് റിലാക്സ് ആയി കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഈ ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ഇതാണ് നമ്മുടെ ഇവിടുത്തെ രണ്ടാമത്തെ റൂം. ഈ റൂമാണെങ്കിൽ ഒരു മാംഗ്രോവ് ഫോറസ്റ്റിന്റെ ഒരു മിഡിലാണ് ഈ റൂം ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു ബാൽക്കണി ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഇതിന്റെ ഒരു വ്യൂ ഒക്കെ ഉണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഈ കോട്ടേജസ് ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു ഫോറസ്റ്റിനകത്തുള്ള ഒരു ഫീലാണ്. അവിടെയാണ് ഈ ഒരു കോട്ടേജസ് ഒക്കെ ബിൽഡ് ചെയ്തേക്കുന്നത്. ഇതാണെങ്കിൽ നേച്ചറുമായിട്ടൊരു ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഒരു തോട് പോലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരു സ്റ്റെപ്പും ഉണ്ട്. അപ്പം ഞാനിപ്പോൾ അങ്ങോട്ടൊന്ന് ഇറങ്ങുക. ഇതാണ് ഇവിടുത്തെ ഒരു തോട്. നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും നമ്മൾ ഈ പ്ലാസ്റ്റിക്കും കുപ്പികളും അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ കളയല്ലേ. നമ്മളത് അങ്ങനെ ലിറ്റർ ചെയ്യാതെ നമ്മളിങ്ങനെ വെക്കണം. അപ്പം നമ്മുടെ എൻവയറമെന്റ് ഒക്കെ നമുക്ക് നേച്ചറൊക്കെ നമുക്ക് ക്ലീൻ ആയിട്ട് വെക്കാൻ പറ്റും. ഇവിടെ ആരാണ്ടൊക്കെ ഒന്ന് പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ ഇവിടുത്തെ ആക്ടിവിറ്റി സ്ഥലത്തിലോട്ടൊക്കെ ഒന്ന് പോവാണ്. ഇവിടെ ഒന്ന് കറങ്ങി കളിച്ചിട്ട് നമുക്ക് വരാം. ഇവിടെ ഒരു പണ്ടത്തെ ഒരു ടൈപ്പ് ഒരു വീട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അരയും നിറയൊക്കെ ഉള്ള ഒരു പണ്ടത്തെ ഒരു ടൈപ്പ് വീട്. ഉണ്ടോ ഇവിടെ ഒരു പണ്ടത്തെ ഒരു ഓൾഡ് ലുക്ക് ഉള്ള ഒരു നല്ലൊരു ഹൗസ്. ഞാൻ ഇവിടുത്തെ ആദ്യത്തെ ഐറ്റം ട്രൈ ചെയ്യാൻ പോവാ. കണ്ടിട്ട് ഇച്ചിരി വീഡിയോക്കെ എനിക്കുണ്ട്, പക്ഷെ ഒന്ന് ട്രൈ നോക്കാം. ഐറ്റോ ഈ ജമ്പിങ് സ്ഥാനത്തിലാണ് ഞാൻ കേറാൻ പോകുന്നത്.
അപ്പൊ മേലോട്ട് പോകുന്ന എനിക്ക് കുഴപ്പമില്ലായിരുന്നു, ആ താഴോട്ട് വരുമ്പോ ഇടിക്കുമെന്ന് എനിക്ക് പേടിയായിരുന്നു. കൊടുത്തോ അപ്പം സിപ്ലൈനൊക്കെ നല്ല സൂപ്പർ ആയിരുന്നു. എനിക്ക് പേടിയുണ്ടായിരുന്നെങ്കിൽ പിന്നെ നല്ല ഫണ്ണായിരുന്നു. നമ്മൾ റോപ്പ് സൈക്ലിംഗ് ചെയ്യാൻ പോവാം.
സൂപ്പറായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വിട്ടോ? താണ്ട് എൻ്റെ ബാക്കിൽ കാണാൻ പറ്റുന്ന സർക്കിൾ ഷേപ്പും ട്രയാങ്കിൾ ഷേപ്പും ആ ഒരു ബിൽഡിങ്സ് ആ ശരിക്കും റൂംസ് ആയിട്ടോ. അതിപ്പം രാത്രി കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയി. ഞങ്ങളൊന്ന് രാത്രി ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഇവിടെ ക്രിസ്മസും ന്യൂ ഇയറും ആ പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഒത്തിരി ലൈറ്റൊക്കെ ഉണ്ട്. ഇവിടെ കാണാൻ നല്ല ഭംഗിയാ. പൂളിലോട്ട് നോക്കിയിട്ട് പൂളിൻ്റെ അടുത്തോട്ട് പോയിട്ട് നമുക്കൊന്ന് നോക്കാം അവിടെ ആൾക്കാരുണ്ടോന്നൊക്കെ. ഇവിടെ പൂളിൽ ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മളിനി കിടന്നുറങ്ങാൻ പോവാം. രാത്രി നമ്മുടെ പൂള് കാണാൻ നല്ല രസമുണ്ടല്ലേ ഇവിടെ ലൈറ്റൊക്കെ വെച്ച്. അപ്പം ഗുഡ് മോർണിംഗ്. ഇപ്പം നമ്മുടെ രാവിലത്തെ നമ്മുടെ പരിപാടികളൊക്കെ നമ്മൾ തുടങ്ങാൻ പോവാം. അന്നേരം നമ്മൾ പൂളിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ സ്വിമ്മിംഗ് പൂള്. ഞാനിപ്പോൾ ഇറങ്ങാൻ പോവാം. ആദ്യം ഇവിടെ വരെ ഹൈറ്റ് ആയിരിക്കും.
ഓക്കെ, ഇപ്പം ഞാനാണെങ്കിൽ ഒരു റൗണ്ട് സ്വിമ്മിങ് ഒക്കെ ചെയ്തു. രാവിലെ ആയതുകൊണ്ട് ഇച്ചിരി ആൾക്കാരെ വന്നല്ലോ, എല്ലാവരും കിടന്ന് ഉറങ്ങുവാണെന്നാണ് തോന്നുന്നത്. ഇപ്പം ഇനി ഒരു ഇച്ച നേരം കഴിയുന്നുണ്ട്, പിന്നെ നമുക്ക് രണ്ടാമത്തെ റൗണ്ട് ചെയ്യാം. ഭയങ്കര വെയിലാ പറ, ഭയങ്കര വെയിലാ പറ. ഓക്കെ, വേണ്ടേ ഹരി, ലക്ഷ്മി, പിന്നെ ആരായിരുന്നു? കാണാൻ പിന്നെ ഇവിടെ നമ്മള് സ്വിമ്മിങ് ഒക്കെ ഞങ്ങൾ പഠിക്കാനുണ്ട്. ഇവരാണ് സ്വിമ്മിങ് അറിയാണ്ടിരിക്കുന്നത്, നമ്മള് പഠിക്കാൻ. ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ റൂമിലോട്ട് പോവാ. ഉടുപ്പൊക്കെ ഒരു ഓടുന്നുണ്ടോ? നമ്മളിപ്പോൾ ഇവിടെ റൂം ചെക്കൗട്ട് ചെയ്യുവാണ്. 11 മണിയാകുമ്പോഴാണ് ഇവിടുത്തെ ചെക്കൗട്ട് ടൈം. ഇപ്പം നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്തിട്ട് പിന്നെ ഇത്ര നേരം നമുക്കിവിടെ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഗോഗോലാൻഡിൽ ഒരു ട്രിപ്പ് കഴിഞ്ഞു. ഇപ്പം നമ്മളാണെങ്കിൽ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് എല്ലാ പരിപാടിയെല്ലാം ചെയ്ത് ഇനിയാണെങ്കിൽ അവിടെ പോകുമ്പോൾ നമുക്ക് ബോട്ട് വരും. ആ ബോട്ട് കൊണ്ട് നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് നമ്മൾ തിരിച്ചു. അത് ഈ ഗോഗോലാൻഡ് ഒരു നല്ലൊരു പരിപാടിയായിരുന്നു. ഒത്തിരി ആക്ടിവിറ്റീസ്, ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മള് തിരിച്ച് ബോട്ടേ കേറുക. കറക്റ്റ് നമ്മൾ ഇറങ്ങുന്ന സമയമായപ്പോൾ തന്നെ ജിബിൻ ചാച്ചനും ഫാമിലിയും വന്നിട്ടുണ്ട്. അവരും നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ സ്റ്റേ ചെയ്യുക. എല്ലാരും അടിച്ചു പോയിക്കൊണ്ട് ഞങ്ങള് പോയേക്കുക. ബൈ ബൈ. ഫുൾ നെയിം പറ, വീട്ടുപേര് പറ. കാട്ടൂൺ. കാട്ടുകുളം. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ കരുതുന്നു. ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്ന ദിവസം കാണാം. ബൈ ബൈ.